ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മീനാക്ഷി മുഖർജി എഴുതിയ ദ ആങ്സൈറ്റി ഓഫ് ഇന്ത്യൻനെസ്. ഇതൊരു എസ്സേ ആണ്. എക്കണോമിക് വീക്ക്ലി എന്ന് പറയുന്ന പേപ്പറിലാണ് ഈ ഒരു എസ്സേ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇൻ 1993. ഈ ഒരു എസ്സേയിൽ ഇന്ത്യൻ റൈറ്റേഴ്സ് ഫേസ് ചെയ്യുന്ന കുറച്ച് ചാലഞ്ചസിനെയാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. മീനാക്ഷി മുഖർജി പറയുന്നുണ്ട്, ഇന്ത്യൻ ഓത്തേഴ്സിന് ദേ ഓഫൻ ഫീൽ സം സോർട്ട് ഓഫ് ആങ്സൈറ്റി or some sort of unease because English എന്ന് പറയുന്നത് it is not their indigenous language in India. Rather, this language English came with British colonization. ഇതിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്ത്യൻ കൾച്ചറും തോട്ടും എക്സ്പീരിയൻസും ഒക്കെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാറുണ്ടോ എന്നാണ്. There might be some things about our Indian life that are very hard to capture in English. ഓർ അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് ഇറ്റ് ഫീൽ വെരി ഡിഫറെൻറ്റ് വെൻ സെഡ് ഇൻ ഇംഗ്ലീഷ് ഓർ കമ്പയർഡ് ടു ആൻ ഇന്ത്യൻ ലാംഗ്വേജ്. സോ ദിസ് ലീഡ്സ് ടു ദ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് മുഖർജി ചോദിക്കുന്നുള്ളത്, ഈസ് ആസ്കിങ് വെദർ ഇന്ത്യൻ റൈറ്റേഴ്സ് ലൂസ് എ ബിറ്റ് ഓഫ് ദെയർ കൾച്ചറൽ ഐഡൻറ്റിറ്റി വെൻ ദേ റൈറ്റ് ഇൻ ഇംഗ്ലീഷ് ഓർ ഇഫ് ദേ ക്യാൻ സ്റ്റിൽ ഫീൽ ട്രൂലി ഇന്ത്യൻ ഇൻ ദെയർ റൈറ്റിംഗ്. നോക്കാം, ആദ്യം ഒരു സ്ട്രഗിൾ വിത്ത് ലാംഗ്വേജ് ആൻഡ് കൾച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ദീസ് ഇന്ത്യൻ റൈറ്റേഴ്സ് ആർ വെരി യൂണിക്യൂ പൊസിഷൻ, അല്ല ഒരു യൂണിക്കായിട്ടുള്ള പൊസിഷനിലാണ് അവരുള്ളത്. ബിക്കോസ് ദേ വാണ്ട് ടു റൈറ്റ് അബൌട്ട് ദെയർ എക്സ്പീരിയൻസസ് ബട്ട് ദേ യൂസ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. പക്ഷെ അവർ എഴുതാൻ യൂസ് ചെയ്യുന്നത് എന്താണ്? ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ദിസ് ലാംഗ്വേജ് ഇസിൻറ്റ് എ നേറ്റീവ് ടു ഇന്ത്യ. Many readers, especially Western ones, Western readers, they are expecting the Indian writers to represent authentic Indian experiences. So, അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ദിസ് ഇന്ത്യൻ റൈറ്റേഴ്സിൻ്റെ വർക്കിൽ there is some sort of authenticity will be there. Okay, so this expectation can be stressful because India is so diverse, its languages, traditions and lifestyles vary widely. ഒരു ട്രൂ ആയിട്ടുള്ള ഒരു കൾച്ചറിനെ മാത്രം റെപ്രസെൻറ്റ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കില്ല. കാരണം ലാംഗ്വേജസിലായാലും കൾച്ചർ, ട്രഡീഷൻസ്, ലൈഫ് സ്റ്റൈൽസിലായാലും ഇന്ത്യ ഹാവ് എ വൈഡ് വെറൈറ്റി ഓഫ് ദിസ്. മുഖർജി പറയുന്നുണ്ട്, നോ സിംഗിൾ റൈറ്റർ ക്യാൻ ക്യാപ്ചർ ദിസ് എസെൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ. ആങ്സൈറ്റി എന്നതിൽ പറയുന്നുണ്ട് അല്ലേ. ആങ്സൈറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ റൈറ്റേഴ്സ് യൂസിങ് ദ ഇംഗ്ലീഷ് they often feel that they have to overemphasize their Indianness. ഈ ഒരു ഇന്ത്യൻ റൈറ്റേഴ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതുന്ന സമയത്ത് ഓവറായിട്ട് ഇന്ത്യൻ ലാംഗ്വേജിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ കൊടുക്കണം എന്നുള്ള ഒരു ഫീലിംഗ് ആണ് അവർക്ക് വരുന്നുള്ളത്. ദേ ആർ കോൺസ്റ്റൻ്റ്ലി ട്രൈയിങ് ടു പ്രൂവ് ദാറ്റ് ദേ ആർ സ്റ്റിൽ ഇന്ത്യൻ writers, even though they are not writing in Hindi, Bengali, Tamil or any other Indian languages. They are writing in English. ഇംഗ്ലീഷിലാണ് എഴുതുന്നുള്ളത്. എന്നാൽ പോലും there is a constantly they have to prove that there is some sort of Indianness in their works. I hope you got the point here. So അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റൈറ്റേഴ്സ് they will choose the topics that are deeply Indian symbols, storytelling styles. They all showcase this to readers that their work is authentically Indian. Even the language is not. ലാംഗ്വേജ് ഇന്ത്യൻ അല്ലെങ്കിൽ പോലും their work is full of Indianness എന്ന് കാട്ടിക്കാനുള്ള ആ ഒരു ഏർജാണ് അവർക്ക് ഉണ്ടായിരുന്നത്. സോ മുഖർജി ബാഷ് ചെയ്യുന്നുണ്ട്. മുഖർജി ഈസ് സെയിങ് ദാറ്റ് ദീസ് റൈറ്റേഴ്സ് ഓൾമോസ്റ്റ് ഫീൽ ലൈക്ക് ദേ നീഡ് ടു ടൈപ്പ് കാസ്റ്റ്. മീൻസ് ഓൾമോസ്റ്റ് ലുക്ക് ഐ ആം ഇന്ത്യൻ ത്രൂ ആൻഡ് ത്രൂ, ഐ ആം ഇന്ത്യൻ എന്നുള്ള ആ ഒരു അസേർട്ടീവ്നെസ് കാട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻനെസ് യൂസ് ചെയ്യുന്നത് എന്നാണ് മുഖർജി പറയാറുള്ളത്. മുഖർജി ഒരു ഗ്രേറ്റ് എക്സാമ്പിൾ പറയുന്നുണ്ട് ഫ്രം രാജ റാവുസ് നോവൽ കാന്തപുര വിച്ച് ഈസ് റിട്ടൺ ഇൻ 1938. ദിസ് ബുക്ക് ഈസ് വെരി ഫേമസ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ ബ്ലെൻഡിങ് ഓഫ് ഇംഗ്ലീഷ് വിത്ത് ഇന്ത്യൻ എലമെൻറ്റ്സ്. മുഖർജി ഈ ഒരു നോവൽ കാന്തപുരാനെ കാണുന്നുള്ളത് നോട്ട് ജസ്റ്റ് എ നോവൽ, പക്ഷേ ഇറ്റ് ഈസ് എ വേ ഓഫ് ടേണിങ് ദിസ് കൊളോണൈസേഴ്സ് ലാംഗ്വേജ്. അതായത് കൊളോണൈസേഴ്സിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷ് ലാംഗ്വേജിന് it have made something to an Indian language. So this work have crafted it like that. Okay, in Kandapura we can say that ഇതിൽ ഇന്ത്യൻ സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈൽസും ഈവൻ ദിസ് വർക്ക് ചാലഞ്ചഡ് ദ വെസ്റ്റേൺ ഐഡിയാസ് ഓഫ് വാട്ട് ലിറ്ററേച്ചർ ഷുഡ് ബി.
ലൈക്ക് ഇൻ ഫാക്റ്റ് ഇതിങ്ങനെ പറയുന്നത് പോലെയാണ്, ലൈക്ക് വി വിൽ ടേക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ്, നിങ്ങളെ ലാംഗ്വേജ് ഞങ്ങൾ എടുക്കുന്നുണ്ട്, പക്ഷേ വി വിൽ മേക്ക് ഇറ്റ് അവർ ഓൺ. ലൈക്ക് ഞങ്ങളുടെ രീതിയിലായിട്ടുള്ള ഒരു ചേഞ്ചസ് വരുത്തിയിട്ട് വി വിൽ മേക്ക് ഇറ്റ് അവർ ഓൺ. താങ്ക് യു വെരി മച്ച്. ലൈക്ക് ഒരു ഫണ്ണിലി ഒരു ബാഷിങ് ചെയ്യുന്നത് പോലെയാണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. ബട്ട് ഹിയർ ഈസ് സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട് ഈ ഒരു എസ്സേയിൽ. മുഖർജി പറയുന്നുണ്ട്, ലൈക്ക് we don't usually question the Indianness of novels written in Indian languages like Marathi or Bengali. ഇപ്പോൾ നമ്മൾ മറാത്തി നോവൽ വായിക്കുന്ന സമയത്തോ അഥവാ ബംഗാളി നോവൽ വായിക്കുന്ന സമയത്തോ അതിൽ എത്രമാത്രം ഇന്ത്യൻ തീംസും ഇന്ത്യൻ സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്സൊക്കെ ഉണ്ടെന്ന് നമ്മൾ ഡ്വെല്ല് ചെയ്തിട്ട് നോക്കാറില്ല. നോബഡി വെറീസ് ഇഫ് എ ബംഗാളി നോവൽ ഈസ് ഇന്ത്യൻ ഇനഫ്. ഇന്ത്യൻ റൈറ്റേഴ്സ് ഇംഗ്ലീഷിൽ എഴുതുന്ന സമയത്ത് there is suddenly the question arises, the question of Indianness suddenly comes up. ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം എന്താണ് ഒരു ഒബ്സെഷൻ ഫോർ ദിസ് ഇന്ത്യൻനെസ് എന്നാണ് ചോദിക്കുന്നുള്ളത്. സോ മുഖർജി വിശ്വസിക്കുന്നുണ്ട്, ഓർ ഷീ ബിലീവ്സ് ദാറ്റ് മേ ബി ഇന്ത്യക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ. ഇറ്റ് ഈസ് ലിങ്ക്ഡ് ടു ദിസ് ഇന്ത്യാസ് കൊളോണിയൽ പാസ്റ്റ് വിച്ച് വാസ് വെരി പെയിൻഫുൾ ആൻഡ് വെരി കോംപ്ലെക്സ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റൈറ്റേഴ്സിന് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഇറ്റ് ഈസ് വെരി ലോഡഡ് വിത്ത് ഹിസ്റ്ററി, മേക്കിംഗ് ഇറ്റ് ആസ് ബോത്ത് എ ചലഞ്ചിങ് ആൻഡ് വെരി പവർഫുൾ ടു യൂസ്. അതുമാത്രമല്ല ഇംഗ്ലീഷിന് എന്തുണ്ട്, ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസും പ്രസ്റ്റീജും ഉണ്ട്. because it's widely spoken and respected, which means ഇന്ത്യൻ റൈറ്റേഴ്സ് ഇംഗ്ലീഷിൽ എഴുതുന്ന സമയത്ത് അവർക്ക് ബിഗ്ഗർ ആയിട്ടുള്ള ഓഡിയൻസിനെ കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മുഖർജീൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്, ഇന്ത്യൻ റൈറ്റേഴ്സ് ഇംഗ്ലീഷ് യൂസ് ആക്കുന്ന സമയത്ത് അവർക്കൊരു ഓൺഗോയിങ് ആയിട്ടുള്ള ടെൻഷൻസ് ഉണ്ടാവാറുണ്ട്. ലൈക്ക് അവർ എഴുതുന്ന ലാംഗ്വേജ് വെസ്റ്റേൺ ആണ്, എന്നാൽ പോലും ദേ വാണ്ട് ടു സ്റ്റേ ട്രൂ ടു ദെയർ ഇന്ത്യൻ കൾച്ചർ. ഇതാണ് ഒരു ഓൺഗോയിങ് ടെൻഷൻ ദ മോസ്റ്റ് ഇന്ത്യൻ റൈറ്റേഴ്സ് ഫീൽസ്. സോ ഇതാണ് ദ ആങ്സൈറ്റി ഓഫ് ഇന്ത്യൻനെസ്, ദ പ്രഷർ ടു ഫൈൻഡ് എ ബാലൻസ് ബിറ്റ്വീൻ സ്റ്റേയിങ് ഒത്തൻറ്റിക് ടു ദെയർ റൂട്ട്സ് ആൻഡ് മേക്കിംഗ് ആൻ ഇമ്പാക്റ്റ് ഓൺ ദ ഗ്ലോബൽ സ്റ്റേജ്. ഓക്കെ, സോ മെയിൻലി ആയിട്ട് ഇതിൽ പറയുന്നത് എന്താണ്, ദ ടെൻഷൻ ഓഫ് ഇന്ത്യൻ റൈറ്റേഴ്സ് വെൻ യൂസിങ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് എ ലാംഗ്വേജ് ഫ്രം കൊളോണൈസേഷൻ, അതുകൊണ്ടാണ്. പിന്നെന്താണ് പറയുന്നുള്ളത്, ദ പ്രഷർ ടു സേ ഒത്തൻറ്റിക്കലി ഇന്ത്യൻ വൈൽ റൈറ്റിംഗ് ഇൻ എ ഫോറിൻ ലാംഗ്വേജ്. ഫോറിൻ ലാംഗ്വേജിൽ എഴുതുന്ന സമയത്ത് പോലും ആ ഒരു ഇന്ത്യൻനെസ് കൊണ്ടുവരാൻ അവർ ശ്രമിക്കാറുണ്ട്. ആ ഒരു പ്രഷറാണ് പറയുന്നുള്ളത്. പിന്നെ ഇതിൽ പറയുന്നുള്ളത് ദ യൂണിക് ഓപ്പർച്യൂണിറ്റി ടു ബ്ലെൻഡ് ദ ഇംഗ്ലീഷ് വിത്ത് ഇന്ത്യൻ തീംസ്. ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഇന്ത്യൻ റൈറ്റേഴ്സിന് മാത്രമാണ് ലഭിക്കാറുള്ളത്. അങ്ങനെ എഴുതിയിട്ടുള്ള ഒരു നോവലാണ് രാജാ റാവുവിൻ്റെ കാന്തപുര. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.